തലയിൽ താരനും മുടി കൊഴിച്ചിലും വന്നിട്ട് മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, സവാള ഇല്ലേ, സവാള ഇതുപോലെ നിങ്ങൾ തേച്ച് തലയിൽ നമുക്കിങ്ങനെ താരനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ താരനൊക്കെ ഒന്ന് ചീപ്പ് വെച്ചൊന്ന് ചീകുന്ന ഇളക്കിയിട്ടതിന് ശേഷം ഉണ്ടല്ലോ, ഇതുപോലെ നമുക്ക് സിറം ഉണ്ടാക്കിയിട്ട് തലയിൽ തേച്ച് കഴുകിയിട്ട് ആഴ്ചയിൽ 2 ദിവസം ചെയ്താൽ മതി. നല്ല രീതിയിൽ മുടി കൊഴിച്ചിലും മാറും, താരനും മാറും കേട്ടോ. എല്ലാവരും അടുക്കളയിലുള്ളതല്ലേ സവാള, അപ്പോൾ ഈ സവാള വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പം ഒരുപാട് സവാളയുടെ ആവശ്യമൊന്നുമില്ല, നമുക്കൊരു ഹാഫ് സവാള എടുത്താൽ മതി. ഹാഫ് സവാള എടുത്തിട്ട് നമുക്കിതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയെടുക്കണം കേട്ടോ. ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ ഏറ്റവും ചെറിയ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് വരുമല്ലോ, ചാറ് കിട്ടുമല്ലോ. അപ്പം അതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്, പിന്നീട് ചേർത്ത് കൊടുക്കാനുള്ളത് നമുക്ക് കഞ്ഞിവെള്ളമാണ്. ഇന്നത്തെ കഞ്ഞിവെള്ളം കേട്ടോ, ഇന്നലത്തെ അല്ല. റൈസ് വാട്ടർ നമുക്ക് തലമുടിക്ക് നല്ലതാണ്, മുടി വളർച്ചയ്ക്കും നല്ലതാണ് റൈസ് വാട്ടർ. അപ്പം കുറച്ച് റൈസ് വാട്ടർ കഞ്ഞിവെള്ളം എടുത്ത് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് കറിവേപ്പിലയില്ലേ, ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. മുടിക്ക് നല്ല കറുപ്പും തിളക്കവും കിട്ടും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളൊക്കെ രാവിലെ തന്നെ സ്കൂളിലൊക്കെ പോകുന്ന നേരത്ത് കുളിച്ചിട്ടൊക്കെ അവർ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ എന്ന് പറയുമ്പം പെട്ടെന്ന് മുടിക്കായൊക്കെ തലമുടിയിൽ വരും. അപ്പം മുടിക്കായ ഈ വെള്ളം വെച്ചിട്ട് നിങ്ങൾ കഴുകുവാണെങ്കിൽ മുടിക്കായ ഊർന്നു പോകും കേട്ടോ. അങ്ങനെ പണ്ട് ഞാൻ പറയാൻ കാര്യം തരാം. അപ്പോൾ എൻ്റെ കോക്കയുടെ മുടി ഞാൻ ഏകദേശം ഒരു കുഞ്ചിക്കഴുത്തിൻ്റെ ഭാഗമില്ല, നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം വെച്ച് ഞാൻ പണ്ട് കട്ട് ചെയ്തിട്ടായിരുന്നു. കാരണം അന്ന് മുടിക്ക് നല്ല നീളം ഉണ്ടായിരുന്നു. അവൾ രാവിലെ സ്കൂളിൽ പോകുന്ന നേരത്ത് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് പോയി കഴിഞ്ഞപ്പം നമ്മൾ ആ സിസ് ബാൻഡ് വെച്ച് കെട്ടുന്ന ഭാഗത്ത് ഇങ്ങനെ നിറച്ചിങ്ങനെ മുടിക്കായ. അന്നേരം ഇതിങ്ങനെ ചെയ്തിട്ടാട്ടോ മുടിക്കായ മാറിയത്. ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ കഴുകി വിടുമായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യണേ. അപ്പോൾ അതായത് ഇതുപോലെ ഞാനിപ്പോൾ ഇട്ടത് കണ്ടില്ലായിരുന്നോ, കുറച്ച് പനിക്കൂർക്ക ഒരു 1-2 പനിക്കൂർക്കയോടെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഇട്ടില്ല എന്ന് വെച്ചും കുഴപ്പമില്ല, സവാള ചേർക്കുന്നത് കൊണ്ട് നീർക്കെട്ട് വീഴുമൊന്നുമില്ല. എന്നാലും ഒരു ധൈര്യത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് തേക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 1-2 പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കണം പറ്റുമെങ്കിൽ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുറച്ചും കൂടെ നമ്മൾ അടുത്ത് വെച്ചേക്കുന്ന കഞ്ഞിവെള്ളമില്ലേ, നമുക്ക് ചാറ് കുറച്ചും കൂടെ വേണമെങ്കിൽ ഇതുപോലെ കുറച്ചും കൂടെ കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ശരിക്കും പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുക്കുമ്പം ശരിക്കും ആ സവാളയുടെ ചാറും നമ്മുടെ കറിവേപ്പിലയുടെ നീരും കറ്റാർവാഴ, ഞാൻ പറയാൻ വിട്ടത് കറ്റാർവാഴയാണ്. അപ്പം കറ്റാർവാഴ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ. കാരണം കറ്റാർവാഴ നമുക്ക് മുടിക്ക് നല്ല സിൽക്കി ഹെയർ ആയിട്ട് എടുക്കാൻ നല്ല, മുടി വളരാനും ബെസ്റ്റാണ്. അപ്പം കറ്റാർവാഴ ഉള്ളവർക്ക് ചെറിയൊരു തണ്ട് മുറിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഇതെല്ലാം കൂടി അടിച്ച് ഇതിങ്ങനെ അരിച്ചെടുക്കാം കേട്ടോ. ശരിക്കും അരിച്ചെടുക്കണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ തലക്കട പൊടി പോലെ വരും ഈ സവാളയുടെ പൊടി. അപ്പം ഈ സവാള ഇട്ട് അടിച്ചേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആർക്കും തന്നെ ഇഷ്ടപ്പെടത്തില്ല, സവാളയുടെ ഒരു മണം തലമുടിയിൽ ഇരിക്കും. അപ്പം ഒരു കുറച്ച് ഷാമ്പു മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ സവാളയുടെ ഒരു മണം ഉണ്ടല്ലോ, അത് വരത്തൂല കേട്ടോ. ഞാനിപ്പോൾ ഒരു പകുതി ഷാമ്പു ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുൾ ഷാമ്പു ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. മണത്തിന് നിങ്ങൾക്ക് ചേർക്കാനാണെങ്കിൽ പകുതി ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ആ ഒരു സവാളയുടെ മണമൊക്കെ പോയിട്ട് നല്ലൊരു മണമായിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ കുളിക്കുന്നതിന് മുൻപ് തലയിലേക്ക് തേച്ച് ഒന്ന് പിടിപ്പിക്കുക. ആ സ്കാൽപ്പൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചീകി ഒന്ന് പകഞ്ഞ്, ആ താരനൊക്കെ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക, നമ്മൾ ചീപ്പൊക്കെ ഒന്ന് വെച്ച് പകഞ്ഞ്. എന്നിട്ട് നമ്മൾ കുളിക്കാൻ നേരത്ത് തലയിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ മേലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഒരു 10 മിനിറ്റ് വരെയൊക്കെ എടുക്കുമല്ലോ, അത്രയും ടൈം മതി. അപ്പം തലയിലേക്ക് ഇതൊന്ന് പിടിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ സോപ്പിട്ട് വേണമെങ്കിൽ കഴുകി കളഞ്ഞോ കേട്ടോ. സോപ്പൊക്കെ വേണമെങ്കിൽ തലയിൽ ഒഴിച്ച് അതും കഴുകി കളഞ്ഞു. ഇപ്പോൾ ഇതിട്ടെന്ന് വെച്ച് സോപ്പിടാതിരിക്കേണ്ട, സോപ്പിട്ട് കഴുകി കളഞ്ഞോ. അപ്പം ശരിക്കും ഇളകിപ്പോവും. 2 ദിവസം ആഴ്ചയിൽ തേച്ചാൽ മതി. മുടി കൊഴിച്ചിലും മാറും, മുടി വളരാനൊക്കെ ആയിട്ട് ബെസ്റ്റാണ്. സ്ട്രൈറ്റായിട്ട് മുടി കിടക്കുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നാച്ചുറൽ അല്ലേ, ഇതൊന്നും സൈഡ് എഫക്റ്റ് ഇല്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. ബൈ.